ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൈം 10:07 ആയിട്ടുണ്ട്. ഇന്ന് 2 ട്രേഡുകൾ ഇന്ന് കൊടുത്തത് ഇന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇരിക്കുകയാണ്. അത് സ്റ്റോക്കിലാണ് നമ്മൾ ആ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടെലിഗ്രാം ചാനലിലും കൊടുത്തിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ട്രേഡും കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മോർണിംഗ് സെക്ഷനിൽ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരുന്ന സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിൽ നമുക്ക് നിഫ്റ്റി എത്തിയിട്ടുണ്ട്. നമുക്കെന്നാൽ ഈ ട്രേഡും കൂടി നമുക്ക് ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ലെവൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാവർക്കും അറിയാം. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ നിന്ന് നമുക്കൊരു റിവേഴ്സൽ ചാൻസ് നമുക്ക് കിട്ടാൻ ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫിബ് റിട്രേസ്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50% അതിനകത്ത് പ്രീമിയം സോണിലും ഡിസ്കൗണ്ട് സോണിലും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ബൈ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡിസ്കൗണ്ട് സോണിൽ മാത്രമാണ് ബൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിസ്കൗണ്ട് സോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 0.5 താഴെ മീൻസ് അതിൻ്റെ ലോവർ ഹാഫിലാണ് നമ്മുടെ ഡിസ്കൗണ്ട് സോൺ. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഒരു FEG ഓർഡർ ബ്ലോക്കും വേണം. അപ്പോൾ നമ്മുടെ FEG മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ആ 50%-ന് തൊട്ട് താഴെ ഡിസ്കൗണ്ട് സോണിലാണ് നമുക്ക് FEG കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വീപ്പ് ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വിക്ക് ക്യാൻഡിലിൽ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു 1:5 ഇന്നത്തെ ലോസ് റിക്കവർ ആവാനായിട്ടൊരു 1:5 അടിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെന്തായാലും ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കുന്നതായിരിക്കും. ഓൾമോസ്റ്റ് നമ്മുടെ FEGയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ട്രേഡ് നിർത്തണതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ മോർണിംഗ് സെഷനിൽ തന്നെ നമ്മൾ നല്ലൊരു ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് 2 സ്റ്റോപ്പ് ലോസ് അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ട്രേഡും കൂടി നമ്മൾ എടുത്തിട്ട് ഇന്നത്തെ ട്രേഡ് നിർത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ FEGയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് നമുക്ക് തൊട്ട് മുമ്പത്തെ സ്വിങ് ലോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലോങ് പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ FEG എന്നുള്ള എൻട്രി സ്റ്റോപ്പ് ലോസ് ഇവിടെ. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1:5 റേഷ്യോ കിട്ടണ വരെ ഇവിടെ ഓൾമോസ്റ്റ് 1:5 നമ്മുടെ അടുത്തൊരു FEG ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു വേറെ സൈഡിലേക്കുള്ള FEG ആണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു ഓൾമോസ്റ്റ് 1:5 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 1:5 റേഷ്യോയിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതും കൂടി സ്റ്റോപ്പ് ലോസ് അടിക്കുമല്ലോ എന്ന് അറിയില്ല. ഓവറോൾ ഇന്ന് ട്രെൻഡ് താഴ്ത്തിക്കാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് നിഫ്റ്റി താഴ്ത്തേക്ക് മൂവ് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഓൾസോ നമ്മളിപ്പോൾ ഈ 2 ദിവസം കണ്ട മാതിരി നമുക്ക് വളരെ സൈഡ് വേസ് മാർക്കറ്റാണ്. ടെലിഗ്രാം ചാനലൊക്കെ വളരെ കുറച്ച് ട്രേഡുകൾ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് നേക്കഡ് ഓപ്ഷൻ ബൈനേക്കാളും നമ്മൾ കൂടുതൽ ഹെഡ്ജഡ് പൊസിഷൻസാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലതരം കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് എടുത്തത് ബുൾ പുട്ട് സ്പ്രെഡാണ്. അപ്പോൾ കുറച്ച് സേഫായിട്ട് ഇപ്പോൾ സൈഡ് വേസ് മൂവ് ചെയ്താലും ഒരു ബുള്ളിൽ സൈഡ് വേസ് മൂവ്മെൻറ്റ് കിട്ടിയാൽ തന്നെ പ്രോഫിറ്റ് ആയിരിക്കും. ആകെ ലോസ് വരാൻ പോകുന്നത് ഈ ഒരു സ്വിങ് ലോന് താഴെ പോയാൽ മാത്രമാണ് ഈ ട്രേഡിൽ ലോസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ ഹെഡ് ചെയ്ത് നിങ്ങൾ ഓപ്ഷൻ സെൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ക്യാപിറ്റലൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ 10:39 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറായി മാർക്കറ്റ് ഒരു കുറച്ച് സൈഡ് വേസ് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ നല്ലൊരു വോളിയം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഹെഡ് ചെയ്ത പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമ്മളെ ബാധിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു. എപ്പോഴും ബുള്ളിഷ് സൈഡ് വേസ് മാർക്കറ്റിൽ നിങ്ങളെപ്പോഴും നിങ്ങൾ ക്യാപിറ്റൽ ഉള്ളവരാണെങ്കിൽ ഹെഡ് ചെയ്തിട്ട് നിങ്ങൾക്ക്
ഓപ്ഷൻസ് സെല്ല് ചെയ്യാം. നിങ്ങൾ മൾട്ടിപ്പിൾ ലോട്ട്സ് വാങ്ങിച്ചാൽ തന്നെ നിങ്ങളുടെ റിസ്ക് വളരെ ചെറുതായിരിക്കും. നമ്മളെന്തായാലും ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് എന്തായാലും വെക്കുന്നുള്ളൂ. നേക്കഡ് ഓപ്ഷൻ ബൈയിങ്ങിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയാലും ഓൾമോസ്റ്റ് 6 to 8 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ തന്നെ ഒരു ഏകദേശം ഒരു 600 to 800 900 പോയിൻറ്റ്സ് ഇതാണ് നമുക്ക് ലോസ് വരാനുള്ളത്. അപ്പോൾ നമ്മൾ ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ലോട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടിയും സേഫായിട്ട് ഇങ്ങനത്തെ മാർക്കറ്റിൽ ഞാൻ പറയുന്നത് കേട്ടോ, സൈഡ് വേസ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം നമുക്ക് വളരെ സൈഡ് വേസ് മാർക്കറ്റാണ് നമുക്ക് തന്നത്. എൻ്റെ എടുത്തിട്ട് തന്നെ നമ്മൾ നമ്മുടെ ടാർഗറ്റ് അടിച്ചെങ്കിലും ഓപ്ഷനിൽ ബൈയിങ്ങിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ ഓപ്ഷൻ ഹെഡ്ജ് ചെയ്ത് സെൽ ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ സെല്ലിങ്ങിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ടാർഗറ്റ് വരെ എന്തെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇന്നത്തെ ലോസ് റിക്കവർ ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് പ്രോഫിറ്റിലും കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 1:5 നമുക്ക് എന്തെങ്കിലും എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ പേര് നമ്മൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഓപ്ഷൻ സെല്ലിങ് ചെയ്യാതെ കൂടുതൽ ക്യാപിറ്റൽ വേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹെഡ്ജ്ഡ് ഒരു സെല്ല് ചെയ്യുകയാണെങ്കിൽ ഒരു ഔട്ട് ഓഫ് ദി മണി ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെഡ്ജ് ചെയ്യാൻ നമുക്ക് വളരെ കുറച്ച് ക്യാപിറ്റൽ വേണ്ടി വരുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ വേണം ചെയ്യാം. ഓൾറെഡി യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. 10:45 ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അവിടെ കിടന്ന് ഒരു സൈഡ് വേസ് വീണ്ടും മൂവ്മെൻറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളൊക്കെ വോളിയം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓക്കെ, നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 1:5 ടാർഗറ്റ് ഇവിടെ ഹിറ്റായിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വളരെ ബാഡ് ഡേ ആയിരുന്നു. മോർണിംഗ് തന്നെ നമ്മൾ അപ്വേർഡ് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്ത് ബ്രേക്കൗട്ട് സ്റ്റോക്കിലൊക്കെ എൻട്രി എടുത്ത് നമ്മൾ 2 സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇന്നത്തെ ട്രേഡ് ഫെയിലായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ലൊരു ട്രേഡ് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ ഒരു റിവേഴ്സിൽ തന്നിട്ടുള്ള ഒരു ട്രേഡ് നമുക്ക് കിട്ടിയത്. അതിൽ നമുക്ക് 1:5 ടാർഗറ്റ്. ഇതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത് 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ച് നിർത്തിയാലും ഒരു ദിവസം ഒരു 1:5 അടിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസിൻ്റെ ലോസൊക്കെ പോകാമെന്നുള്ളൂ. ഞാൻ പറയുന്നത് സ്റ്റോപ്പ് ലോസൊക്കെ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ്. നമ്മൾ എല്ലാ ട്രേഡ് നമ്മുടെ ടെലിഗ്രാം ചാനൽ കൊടുത്തതിന് എല്ലാ ട്രേഡും ചെറിയ സ്റ്റോപ്പ് ലോസുകളുള്ളൂ. ഒരു ടാർഗറ്റ് നമ്മൾ 1:3 അല്ലെങ്കിൽ 1:5 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പ്രോഫിറ്റബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അടിക്കാം സ്റ്റോപ്പ് ലോസ്, 2 ദിവസം അടിക്കാം. നിങ്ങൾ ചെയ്യണ കാര്യം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ട്രേഡ് ഇങ്ങനത്തെ ലെവൽസുകൾ കണ്ടുപിടിക്കുക, അത് വെച്ചിട്ട് ട്രേഡ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. നല്ല ലെവൽസുകൾ നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.